പക്ഷേ ഇപ്പം യൂട്രസിലാണ് പ്രഗ്നൻസി, അതെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് നേരെ പിന്നെ തിരിച്ച് ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് ഞാൻ കുവൈറ്റിലോട്ട് പോയി. അവിടെ ചെന്ന് എനിക്ക് പ്രഗ്നൻസിയിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. 13ാമത്തെ ആഴ്ചയായപ്പം ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ആ ബ്ലഡ് ടെസ്റ്റിൽ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം പോസിറ്റീവ് വന്നു, റിസൾട്ട് വന്നു. അപ്പം ഞാൻ ഒത്തിരി വിഷമിച്ചു. അപ്പം എൻ്റെ ഹസ്ബൻഡും മമ്മി എല്ലാവരും ഒക്കെ പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട, അമ്മേനെ ഏൽപ്പിച്ചതല്ലേ, അമ്മ നോക്കിക്കോളും. എന്നിട്ട് ആ ഡോക്ടർ പറഞ്ഞു, നമുക്കൊന്നും കൂടെ കൺഫർമേഷന് വേണ്ടിയിട്ട് ഒരു ഡൗൺ സിൻഡ്രോമിൻ്റെ ടെസ്റ്റ് നമുക്ക് UK വിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ടെസ്റ്റും കൂടെ UK അയച്ചു ചെയ്തു. അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴും അതിലും ഡൗൺ സിൻഡ്രോം പോസിറ്റീവാണ്. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, എന്താണേലും അമ്മ തന്ന കുഞ്ഞാ, ഞങ്ങൾ ഈ കുഞ്ഞിനെയായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ നല്ല കാര്യം, കുഞ്ഞുങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ലെന്ന് ഡോക്ടറും പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 25ാമത്തെ ആഴ്ച ആയപ്പോഴത്തേനും എനിക്ക് നേരത്തെയുള്ള പ്രസവ വേദന വന്നു. കുഞ്ഞിൻ്റെ തല ഗർഭപാത്രത്തിൻ്റെ അടിയിലെത്തി നേരത്തെ പ്രസവിച്ച് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലോട്ട് മാറി. ആ സമയത്ത് ഞങ്ങളുടെ വാർഡിൽ ഭയങ്കര തിരക്കായിരുന്നു. ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, ഒത്തിരി നടക്കുകയോ ഒത്തിരി ജോലി ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പ്രസവിച്ച് പോകുമെന്ന് പറഞ്ഞു. ഞാൻ ആ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ദൈവം എന്ത് ചെയ്യുമെന്ന് ഓർത്ത് സത്യം പറഞ്ഞാൽ വിഷമിച്ചിരുന്ന് ഞാൻ ഹസ്ബൻഡിനെയൊക്കെ വിളിച്ച് വീട്ടിലെല്ലാം വിളിച്ച് ഇങ്ങനെ പറഞ്ഞ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നീ അറിഞ്ഞോ നമ്മുടെ വാർഡ് ക്ലോസ് ചെയ്തു.